ഇന്ന് ഹിന്ദി പരമ്പരയിൽ ഇന്ന് പറയാൻ പോകുന്നത് ജിതേന്ദ്രയെക്കുറിച്ച്. ജിതേന്ദ്രൻ്റെ ശരിയായ പേര് രവി കപൂർ എന്നാണ്. അതായത് ചെറുപ്പകാലത്ത് രാജേഷ് ഖന്നയുടെ ക്ലാസ്മേറ്റാണ് ജിതേന്ദ്ര. അവരൊന്നിച്ച് സ്കൂൾ പഠിച്ചത്. പക്ഷേ ജിതേന്ദ്രൻ ആദ്യം സിനിമയിൽ വരുന്നത്, പിന്നീടാണ് രാജേഷ് ഖന്ന സിനിമയിൽ വരുന്നത്. ജിതേന്ദ്ര ആദ്യകാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചത്, ചെറിയ വേഷത്തിൽ. അതായത് ഒരു സിനിമയിൽ ജിതേന്ദ്ര വരുന്ന അതിൽ അഭിനയിച്ചിട്ട് പിന്നീട് ജിതേന്ദ്ര പ്രശസ്തനായ സമയത്ത് കല്യാണം കഴിച്ചേരം ഭാര്യയും കൂട്ടിയിട്ട് ആദ്യത്തെ സിനിമ കാണാൻ പോയി. ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ച് അങ്ങനെ 4 പ്രാവശ്യം പോയിട്ടും ജിതേന്ദ്രനെ അതിൽ കണ്ടിട്ടില്ല എന്നാണ് ഒരു മിന്നി മറിയുന്ന സീനിൽ. പിന്നീട് ജിതേന്ദ്ര ഒരു റൊമാൻറ്റിക് ഹീറോ ആയി മാറി. പിന്നെ എല്ലാം കൈകാര്യം ചെയ്യും, ആക്ഷനും കൈകാര്യം ചെയ്യും. ജിതേന്ദ്രൻ്റെ ഫേമസ് പടം അന്നത്തെ കാലത്ത് കാരവൻ, കിത്തുന്ന പ്യാരവാദ എന്നുള്ള ആശാ പരേഖിൻ്റെ. പിന്നെ ഒരു മുഴുനീള ഡാൻസ് ചെയ്യുന്ന ഒരു നായകൻ ആദ്യമായിട്ട് ഇന്ത്യയിലെ ജിതേന്ദ്രൻ. അതിനു മുമ്പേ എല്ലാ നടന്മാരും ഡാൻസ് കളിക്കും, ചെറുങ്ങനെ പഠിക്കാത്ത ഡാൻസ്, അവരുടെ ഇഷ്ടത്തിന് കളിക്കണം. പക്ഷെ ജിതേന്ദ്ര പഠിച്ച ഡാൻസ് മാസ്റ്ററാണ്. ഡാൻസ് മാസ്റ്ററായിട്ട് പിന്നെ സിനിമയിൽ വന്ന ആളാണ്. അതുകൊണ്ട് ജിതേന്ദ്ര പഠിച്ച ഡാൻസാണ്. അത് മറ്റുള്ള കൂട്ടർക്ക് ജിതേന്ദ്ര കളിക്കുന്നവരെ കളിക്കാൻ കഴിയില്ല. ഒരു സ്പീഡിലൊരു ഡാൻസാണ്. പിന്നെ നായികയുടെ കൈ പിടിച്ചിട്ട് ഓടുന്ന പാട്ട് സീനിൽ ജിതേന്ദ്ര അത് കൊണ്ടുവന്നത്. നായികയുടെ കൈ പിടിച്ചിട്ട് ഓടൽ, അത് ഒരു പാട്ട് സീനിൽ അങ്ങനെ ഓടിയിട്ട് പാട്ട് പാടൽ. പിന്നെ ഒരു ഹാൻസം ഹീറോ ആയിരുന്നു ജിതേന്ദ്ര. പിന്നീട് ജിതേന്ദ്ര ഒരു ആദ്യകാലത്ത് ഒരു ബി ഗ്രേഡ് ഹീറോ ആയിരുന്നു. അല്ലാതെ അമിതാഭ് ബച്ചനെ പോലെയോ രാജേഷ് ഖന്നെ പോലത്തെ അങ്ങനെയുള്ള ഹീറോ അല്ല. പക്ഷേ ഒരു 80കളിൽ ജിതേന്ദ്ര കുതിച്ചു കയറുന്നു. അതായത് രാജേഷ് ഖന്നേക്കാളും മാർക്കറ്റ് ജിതേന്ദ്രക്ക് വന്ന് ആ സമയത്ത്. രാജേഷ് ഖന്ന കുറച്ച് ഡൗൺ ആയി. ജിതേന്ദ്ര ഈ തെലുങ്കന്മാരുടെ പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. ഈ കോടീശ്വരന്മാരായ തെലുങ്കന്മാരുണ്ടല്ലോ, കോടി രാമറാവു എന്നെല്ലാം പറഞ്ഞിട്ട് എന്താ കോടി എന്ന് പറഞ്ഞിട്ട് ഒരു പേരുടെ പ്രൊഡ്യൂസറിലുണ്ട്, കോടി രാമകൃഷ്ണ. അങ്ങനെ അവരോടുള്ള പടങ്ങളിൽ അവരിൽ ഹിന്ദിയിൽ പടം നിർമ്മിച്ചാൽ ജിതേന്ദ്ര നായകനാക്കി. സൗത്ത് ഇന്ത്യയിലെ നായികമാരെ അവർ ജിതേന്ദ്രക്ക് കൊടുത്തു. ശ്രീദേവി, ജയപ്രദ, മാധവി. ഹിന്ദി നടിമാരെ കൂടെ അഭിനയിക്കാതെ തെലുങ്ക് നടിമാരെ കൂടെ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പടങ്ങളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. തെലുങ്കിലും ഹിന്ദിയിലെല്ലാം നന്നായി വിജയിച്ച്. ഇമ്മത്ത് വാല അങ്ങനെ കുറേ പടം. കൈദി ചിരഞ്ജീവിൻ്റെ പടത്തിൻ്റെ റീമേക്കാണ്. പക്ഷേ